എപ്പോഴും ഭയങ്കര സമാധാനവും തൃപ്തിയുമാണ്. സാധാരണ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ഈ ഒന്നില്ലെങ്കിൽ റോളുകൾക്കുള്ള ഒരാഗ്രഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റുകൾ, അല്ലെങ്കിൽ വാഹനത്തിൽ, വസ്ത്രത്തിൽ, അങ്ങനെ അങ്ങനെ ത്വരയുണ്ടാവും. ഇതങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും വളരെ തൃപ്തിയുണ്ട്. ചേട്ടന് കണ്ടിട്ടുണ്ട്, ബിജു മേനോൻ ചേട്ടന് ഞാൻ ഈ ക്വാളിറ്റി കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ തൃപ്തി. അത് മോശമല്ല, തൃപ്തിയില്ലായ്മ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനൊരു സമാധാനമായിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ടൊക്കെയാണ് ഞാൻ കരുതുന്നത്. ഈ തൃപ്തി എവിടെ നിന്ന് വരുന്നു? കാരണവന്മാര് പറഞ്ഞു തന്നിട്ട് കിട്ടിയിട്ടുള്ളതാന്ന് തോന്നണം. ആ ആ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പറയും ഇൻ ഓൾ കണ്ടീഷൻസ് അൽഹംദുലില്ലാ, പടച്ചവനെ സ്തുതിക്കുന്നു. അപ്പൊ ഏത് കണ്ടീഷൻ, കാരണം ഒരു ലൈഫിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരുമല്ലോ. അപ്പൊ എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ വേണ്ടി ഉം, നമ്മൾ ഇച്ചിരി സമാധാനമായിട്ടിരുന്നാൽ അത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷനായി പോകും. ഉം, ഉം, അപ്പൊ അത് ഇങ്ങനെ ചെറുപ്പം മുതലല്ല, ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ശീലിച്ചാന്ന് തോന്നണം. ഉം, ഉം, ഉം. അങ്ങനെയാണ് അത് കയ്യിൽ വന്നത്. ഈ പണത്തിന്റെ വരവും സന്തോഷവും തമ്മിൽ ബന്ധമില്ലേ? അതെപ്പോഴാ, ഏത് വയസ്സിലാ തിരിച്ചറിഞ്ഞ്? അത് എനിക്ക് തോന്നുന്നു ബിസിനസ്സിൽ പല ഇത് വന്നിട്ടുണ്ടല്ലോ. പാളിച്ചകൾ സംഭവിച്ചോ? പാളിച്ചകൾ വന്നിട്ടുണ്ട്. അപ്പം അതിലൊരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും ആ. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അങ്ങനെ പഠിച്ചത്. ഉം, ഉം, അത് മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ. എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉം, ഉം, ഉം. പൈസ കയ്യിലുള്ളതല്ല കാര്യം. പൈസ കയ്യിലുള്ളവർ എന്തോരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണവരുണ്ട്. ഉം, ചിലപ്പോൾ മക്കളെ കൊണ്ട് തൃപ്തി ഉണ്ടാവില്ല, ചിലപ്പോൾ ആരോഗ്യം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഉം. ഏത് കണ്ടീഷനിലും ഞാനും കൃഷ്ണകുമാറും, നമ്മുടെ കൃഷ്ണകുമാർ എപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, കിച്ചു നമുക്കിപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ഈ പ്രായത്തിൽ നമുക്ക് സാധിക്കണല്ലേ. ഉം, ഇവിടം ഉം, വരെ എത്താതെ എന്തോരം പേര് നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉം, അല്ലെങ്കിൽ ഉം. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടം വരെ എത്തിയല്ലോ, പടച്ചനോട് വരെ എത്തിച്ചല്ലോ. സ്വയം ഭയങ്കര ഗ്രേറ്റ്ഫുൾ അല്ലേ പിന്നെ ഇപ്പൊ കിട്ടിയുള്ള ജീവിതത്തില്? എല്ലാ കാര്യത്തിലും. ആ, 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 ആ. പിന്നെ ഈ മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ലല്ലോ. അതിലൊക്കെ ഒരു സമാധാനം നമുക്ക് കണ്ടെത്തണമല്ലോ. അങ്ങനെ അതിലൊക്കെ വലിയ സന്തോഷമാണ്. കൊറേ ബിസിനസ്സുകൾ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും ലാഭം കിട്ടിയ ബിസിനസ് ഏതാ? അതെനിക്ക് തോന്നുന്നു ഫുട്വെയർ തന്നെയാ. ആ, പക്ഷെ ഫുട്വെയർ ഇപ്പം അങ്ങനെ കോവിഡിന് ശേഷം സിറ്റിയിലൊക്കെ നിർത്തിയില്ലേ നോക്കും. കോവിഡിന് ശേഷമാണ് ഫുട്വെയർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത്. പക്ഷെ പണ്ടത്തെ ഒരു ബിസിനസ് എനിക്ക് തോന്നണല്ല ഇപ്പോഴും എല്ലാ ഫുട്വെയറിലും ഉണ്ട്. കാരണം ഈ ഓൺലൈൻ വന്നപ്പോൾ ഇപ്പം സീസണൽ ബിസിനസ്സായി. ഒരു സ്കൂൾ സീസൺ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, ന്യൂ ഇയർ, അല്ലെങ്കിൽ ഒരു ഓണം, അത് കഴിഞ്ഞ് മിക്കവാറും സിറ്റി കൂടെ ഒക്കെ പോകുമ്പോൾ എല്ലാ ചെരുപ്പ് കടയും ഇങ്ങനെ കാലിയായിട്ടാണ് കിടക്കണേ. അങ്ങനെ കാണാറ്. എനിക്ക് തുണിക്കടയും ഇപ്പൊ അങ്ങനെ ആയെന്ന് തോന്നണം. ഇപ്പൊ പോത്തീസിലൊക്കെ പോകുമ്പോൾ സീസൺ വരുമ്പോൾ ഭയങ്കര, അല്ലെങ്കിൽ അവർ ഓഫർ ഇടും, അങ്ങനെ കണ്ടേക്കണം. പിന്നെ എക്കണോമിക്കലായിട്ട് ഷോപ്പ് ചെയ്യാൻ അതിന് വേണ്ടിട്ട് തന്നെ സെന്ററുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഇപ്പൊ സുഡിയോ ഒക്കെ പോലെ. അപ്പൊ അവിടേക്കും യൂത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഇങ്ങനെ വന്നു. ഏറ്റവും നഷ്ടം വന്ന ബിസിനസ് ഏതാ? ഏറ്റവും ഒരിടയ്ക്ക് ഓർപാറ്റ് നമ്മുടെ അജന്ത ക്ലോക്ക് ഇല്ലേ, അവരുടെ ഒരു ഹോം അപ്ലയൻസ് ഇറങ്ങിയായിരുന്നു. അവർ പുതിയതായിട്ട് ഇറക്കിയതാ. പക്ഷെ അവർക്കത് മര്യാദയ്ക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റിയില്ല. അതില് പോയപ്പോഴത്തേക്കും കുറച്ച് കൈപ്പൊള്ളി. ഇപ്പൊ ബിസിനസ് ചെയ്തിട്ട് പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ചില ആളുകളൊക്കെ ഉണ്ട്, ഈ ഗുജറാത്തികള്, അവര് ബിസിനസ്സിൽ ഭയങ്കര കിങ് ആണെന്നാണല്ലോ പറയുക. അപ്പൊ അവര് ഇങ്ങനെ കുട്ടികളെ എടുത്തിട്ട് ഒരു ഉയർന്ന സ്ഥലത്ത് കയറ്റി വെച്ചിട്ട് ചാടാൻ പറയുമ്പോൾ പിടിക്കും, പിന്നെയും ചാടാൻ പറയും പിടിക്കും, മൂന്നാമത്തോട്ട് ചാടാൻ പറയുമ്പോൾ കൈവിടും, അപ്പം നിലത്ത് വീഴും. എന്നിട്ട് അവർ പറയും മകളുടെ അടുത്ത്, ഇതാണ് മകളെ ജീവിതത്തിലെ ബിസിനസ്സിലും ജീവിതത്തിലും പാലിക്കേണ്ട ഒരു കാര്യം, ആരെയും വിശ്വസിക്കരുത് കണ്ണടച്ചിട്ട് എന്നുള്ളത്. അതുപോലെ ബിസിനസ് ചെയ്ത് പഠിച്ച അങ്ങനെ ജീവിത പാഠങ്ങളുണ്ടോ? ബിസിനസ് ചെയ്ത് ഞാൻ പഠിച്ചു. ബിസിനസ് നമ്മൾ ചെയ്യണമെങ്കിൽ 100% കോൺസെൻട്രേഷൻ വേണം. ഫോക്കസ് ചെയ്യണം. അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് 100% ഉണ്ടാവണം. അത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ, ഞാൻ സിനിമയിലുണ്ടായിരുന്ന ആ സമയത്ത്, അപ്പം ഇട്ടിട്ട് പോകേണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പോയ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അവിടെ താറുമാറായിണ്ടാവും. സിനിമകളുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്, നീണ്ട ഇടവേളകളൊക്കെ. അപ്പോൾ എന്നിട്ടും ഈ ആളുകളായിട്ടുള്ള സൗഹൃദം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സിനിമ സംഭവിക്കണില്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അവിടെ പ്യുവർ സ്നേഹം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആളുകൾ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണമല്ലോ. അതായത് അവരെ നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ പോയി കാണുമോ, അല്ലെങ്കിൽ അവരായിട്ട് സംബന്ധിച്ചിട്ട് നമ്മൾ കോമൺ ആയിട്ടുണ്ട് അവിടെ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയൊക്കെ വേണമല്ലോ. ഇതിനായിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടോ? എഫേർട്ട് എടുക്കുന്നില്ല. അതെങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് വരാറുണ്ട്. ഇപ്പം എവിടെയെങ്കിലും വെച്ച് നമ്മളിപ്പോൾ ജഗ്ഗുനെ ഞാൻ വിളിക്കണം, ജഗദീഷിനെ ഇടയ്ക്ക് ഞാൻ വിളിക്കും, മുകേഷിനെ ഇടയ്ക്ക് വിളിക്കും. മുകേഷിനെ പല സ്ഥലത്തും വെച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട്. സിദ്ദീഖിനെ വിളിക്കും, വീട്ടിൽ പോകാറുണ്ട്.
എൻ്റെ വിളി കണ്ടില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഉം, 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 ജയറാമും എല്ലാം ആയിട്ട് സുരേഷ് ഗോപിയൊക്കെ ആയിട്ടൊരു ടച്ച് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടില്ലെങ്കിലും ഉം, അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യും. ഉം, 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 അതിനുവേണ്ടി എഫേർട്ട് എടുക്കാതെ തന്നെ അത് അങ്ങനെ വന്ന് ചേരണുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ആളുകള് ഈ പരസ്പരം റീൽസ് അയച്ചു കൊടുത്തിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് അയച്ചു കൊടുത്തിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിപ്പിന് വിളിച്ച് കൊണ്ടുപോയിട്ടൊക്കെയാണ് ഈ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. ഇപ്പൊ സാറിന്റെ പല അഭിമുഖങ്ങളും എടുത്ത് നോക്കുമ്പോൾ സാറിനെ പറ്റിയിട്ട് ഇപ്പൊ പല അവസരങ്ങളിലും സാർ എന്നുള്ളൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിനിമയിലോ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് വളരെയധികം മനസ്സിലാവുന്നത് പലരുടെയും കഥകളിൽ ഒരു പേരായിട്ട് ഈ അപ്പഹാജ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരും, അങ്ങനെയാണ്. അപ്പൊ ഇതിന് അങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഒരു പുഷ് എടുക്കുന്നില്ല, അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കണ്ടേ? അങ്ങനെ പുഷ് എടുക്കാറില്ല, അങ്ങനെ വന്നിട്ടില്ല. കാരണം അറിഞ്ഞോ അറിയാതെയോ ആ കണക്ഷൻ പിന്നെയും എവിടെങ്കിലൊക്കെ വെച്ച് ഇങ്ങോട്ട് വരും. 2 ദിവസം മുമ്പ് മനോജ് കെ ജയൻ വിളിച്ചിരുന്നു. അപ്പൊ അതിങ്ങനെ എത്രയോ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് വിളിക്കുന്നുണ്ട്. അവരൊക്കെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും വിളിക്കാറുണ്ട്. മറുപുറത്തിലാണ് മനോജിനെ ഫസ്റ്റ് പരിചയപ്പെട്ടത്. പക്ഷെ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ മനോജ് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു, അവിടെ നിന്ന് ഷൂട്ടിന് പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരെടുത്ത് നോക്കി അങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ട്. ഈ സൗഹൃദങ്ങൾ എപ്പോഴും വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇല്ല ഇല്ല, ഓ ഓ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവുന്ന കളിയാക്കലുകള്, അത് ഈഗോ ഹെർട്ട് ആവാതിരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാര് എനിക്കത് ഇഷ്ടമാണ്, കളിയാക്കപ്പെടുന്നത്. അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മൾ ചിരിക്കണം, നമുക്ക് ചിരിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന തമാശ പറഞ്ഞാൽ ചിലപ്പം കളിയാക്കലിൽ അതൊക്കെ പെടും, എല്ലാം വരും. കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യണമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ. പക്ഷെ അതിലൊരു തമാശ മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയുള്ളത് കളഞ്ഞേക്കുക. സത്യം പറഞ്ഞ ഈ പ്രതിഫലത്തിനേക്കാൾ കൂടുതലേ ശരിക്കും പണ്ട് ഇപ്പൊ ഈ സംഘത്തിന്റെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയിരുന്നത്, മഹായാനത്തിന്റെ സമയത്തൊക്കെ ഷൂട്ടിങ്ങിന് പോയിരുന്നത് ശരിക്കും ഇവരായിട്ടൊക്കെ ചില്ല് ചെയ്യാൻ കൂടിയിട്ടായിരുന്നു. അത് തന്നെയാണ്. കോട്ടയം കുഞ്ഞച്ചനാണെങ്കിലും സംഘമാണെങ്കിലും അവിടെ പോയി ആ ഷൂട്ടിന്റെ സമയത്തുള്ള ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ, അല്ലാതെ പ്രതിഫലം ഒന്നും അന്ന് നോക്കിയിട്ടൊന്നുമില്ല, തന്നത് വാങ്ങിക്കും. അതിനുവേണ്ടി ആരുടെ അടുത്ത് വഴക്ക് ഇതുവരെയും പിടിച്ചിട്ടില്ല. വണ്ടിച്ചെക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ റയറായിട്ട് എന്തോ 1-2 അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും സ്വീറ്റായ ആളുകൾ അത് മുതലെടുക്കില്ലേ? അല്ല, ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ചെയ്തിട്ടില്ല, എത്രയോ കൊല്ലം മാറി നിൽക്കണം. അല്ലല്ല, പടങ്ങളുടെ കാര്യം വിട്ടേക്കും, അല്ലാതെയും ഭയങ്കര സൗമ്യൻ, ഭയങ്കര പാവം പിടിച്ച മനുഷ്യൻ, ആളുകൾ അത് ഉപയോഗിക്കില്ലേ? അങ്ങനെ അത്ര പാവമൊന്നുമല്ല, നിങ്ങൾ അത്ര പാവമാക്കണ്ട, അത്ര പാവമൊന്നുമല്ല. പക്ഷെ കഴിയുന്നതും വഴക്കുകളില്ലാതെ പോകാൻ നോക്കും. സാമർത്ഥ്യമുണ്ട് സ്വയം. വഴക്കാരെങ്കിലും തമ്മിൽ ഉണ്ടെങ്കിലും അത് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും, അതിൽ ഇടപെട്ട് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സമാധാനപ്രിയനാ ബേസിക്കലി. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ വലിയ പാടല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് നടക്കണ്ടേ, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ആ സമാധാനത്തോടെ പോകണമെങ്കിൽ ഒരു സുഖമല്ലേ. അപ്പൊ ഇപ്പൊ ഒരാളായിട്ട് തർക്കം ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പം അതിന് ഇപ്പൊ നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുക, എന്നിട്ട് അയാൾ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക, അപ്പൊ അയാളോട് തർക്കിക്കൊക്കെ ചെയ്യും, തർക്കിക്കൊക്കെ ഉണ്ടല്ലേ, തർക്കിക്കൊക്കെ ചെയ്യും. പക്ഷെ തർക്കിച്ച് കഴിഞ്ഞോണ്ട് അതുകൊണ്ട് വഴക്കില്ല, അതവിടെ തീരെയാണ്, അതവിടെ തീർന്ന് പിന്നെയും അതിന്റെ അടുത്ത പരിപാടി. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഞാൻ ഫോൺ വിളിക്കും. അവർ പോലും പ്രതീക്ഷിക്കില്ല എൻ്റെ ഒരു ഫോൺ വിളി വരും, തർക്കിച്ചാണല്ലോ പിരിഞ്ഞത്. പക്ഷെ അങ്ങനെ ഫോൺ വിളിച്ച് അത് തീർക്കും അപ്പൊ തന്നെ.